ഹലോ ഗൈസ്, ഇപ്പൊ നമ്മൾ മൂന്നാറാണ് ഗൈസ്. മൂന്നാറിനെ പറ്റി പറയുകയാണെങ്കിൽ പറ ഗൈസ്, പറഞ്ഞു ഗൈസ്, നിങ്ങൾ പറയൂ ഗൈസ്. അതെ ഗൈസ്, നമുക്കിന്ന് മൂന്നാർ വരെ പോയാലോ. നമ്മൾ ഗ്യാപ്പ് റോഡൊക്കെ കയറി നേരെ പോകുന്നത് ടോപ്പ് സ്റ്റേഷനിലേക്കാണ്. അപ്പോൾ ഇന്ന് കണ്ണഞ്ചേട്ടനാണ് വണ്ടി ഓടിക്കുന്നത്. റീൽസ് എടുത്ത് തരണമെന്നുള്ളൊരു വാണിങ്ങാണ് നിങ്ങൾ ഇപ്പം കണ്ടത്. അപ്പോൾ നമ്മൾ ബ്ലോക്കിലൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അന്താക്ഷരി കളിക്കാന്നുള്ള തീരുമാനമായി. അന്താക്ഷരി കളിച്ച അവസാനം അടിയായി. അതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന അടി. അങ്ങനെ നമ്മൾ മേളിലേക്ക് കയറി ചെന്നപ്പോൾ മൃഗങ്ങൾ പോകുന്ന വഴി കണ്ടോടി എന്നാണ് അമ്മ ഈ ചോദിക്കുന്നത്. പക്ഷേ എങ്കിൽ മനുഷ്യൻ പോകുന്ന വഴിയാണ് അമ്മേ എന്ന് പറഞ്ഞ് ഞാനതിനെ തർക്കിക്കുന്നുണ്ട്. അവിടെ ചെന്ന് നമ്മൾ മരത്തക്കാട് കഴിച്ചു. 10 രൂപ നല്ല സൂപ്പർ സാധനമാണ്. ഇതിനി നമ്മൾ മേടിക്കണം. എല്ലാവരും ഈ സാധനം അടിപൊളി സാധനമാണ്. എല്ലാവരും മേടിക്കണം. അരി നടാനൊന്നും കൊള്ളില്ല, ഇത് 10 പൈസയ്ക്ക് കൊള്ളില്ല, എനിക്കിഷ്ടപ്പെട്ടില്ല. അങ്ങനെ മേളിൽ ചെന്ന് നല്ല അടിപൊളി വ്യൂ ആയിരുന്നു. നമ്മൾ അവിടുന്ന് പിന്നെ നേരെ താഴേക്ക് ഇറങ്ങി പോകാം എന്നൊരു പ്ലാനിങ്ങിലാണ് നമ്മളിതിന് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അങ്ങനെ നമ്മൾ താഴേക്ക് ഇറങ്ങിയിട്ട് പിന്നെ മേളിലേക്ക് കയറി. തീരെ വയ്യാണ്ടായ 2 പേരെയാണ് നിങ്ങൾ ഈ കാണുന്നത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഐസ്ക്രീമൊക്കെ കഴിച്ച് പയ്യെ ഇറങ്ങി. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ നല്ല മഴയുണ്ട്. മൂന്നാറിലെ മഴയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ഐസ് ഇട്ട വെള്ളം പോലത്തെ വെള്ളമാണ് വരുന്നത്. ആ വെള്ളമൊക്കെ ഞാനിങ്ങനെ കയ്യിലൊക്കെ എടുത്ത് തട്ടി കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കുറച്ച് നേരം. അത് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ബസ്സിൻ്റെ ഫ്രണ്ടിൽ പാട്ടൊക്കെ കേട്ട് ഒരു ടീം പോകുന്നുണ്ട്. അങ്ങനെ അവരെ നോക്കിയിരുന്ന് കാട്ടാനയൊക്കെ കണ്ടു. അത് കഴിഞ്ഞ് നമ്മൾ ഒരു ബിരിയാണി കഴിച്ചു. ഇതായിരുന്നു ഉച്ചക്കത്തെ ഫുഡ്. അത് കഴിഞ്ഞ് നമ്മളൊരു ഗാർഡനിൽ കയറി. അങ്ങനെ ഗാർഡനിലൊക്കെ കയറി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള പ്ലാനിങ്ങിലാണ്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ശുഭദിനം.